നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് നമുക്ക് ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്ന് നമുക്ക് തന്നെ സ്വയം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു 10 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് നിങ്ങളുടെ വീടിന്റെ ബെഡ്റൂം ഏത് സ്ഥാനത്താണെന്ന് നോക്കുക. ബെഡ്റൂം ഏറ്റവും നല്ലത് സൗത്ത് വെസ്റ്റിലാണ്, അപ്പോൾ അവിടെയാണോ നോക്കുക. 2, കിച്ചന്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കുക. അതിൽ ഏറ്റവും നല്ലത് അഗ്നിക്കോണ്, സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ തെക്ക് കിഴക്ക്. അവിടെ അഥവാ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന വായുകോണ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ്. 3, കിണറിന്റെ സ്ഥാനം നോക്കുക. കിണർ ഏറ്റവും നല്ലത് നോർത്ത് ഈസ്റ്റിൽ തന്നെയാണ്, അവിടെയാണോ നോക്കുക. ഇത് കിണറായാലും ബോർവെല്ലായാലും സമ്പായാലും നോർത്ത് ഈസ്റ്റിലാണോ നോക്കുക. 4, ടോയ്ലറ്റുകളുടെ സ്ഥാനം. അത് നിങ്ങൾക്ക് സൗത്ത് വെസ്റ്റ് കന്നിമൂലയിലോ നോർത്ത് ഈസ്റ്റ് ഈശാനകോണിലോ സൗത്ത് ഈസ്റ്റ് അഗ്നിക്കോണിലോ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുക. അടുത്തത് 5 എന്ന് പറയുന്നത് ആ ലാൻഡിന്റെ ഷേപ്പ്, അതായത് അത് സ്ക്വയർ ആണോ റെക്ടാങ്കിൾ ഷേപ്പിലാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. സ്ക്വയർ ആണോ അതാ റെക്ടാങ്കിൾ ഷേപ്പ് ആണോ ഉറപ്പുവരുത്തുക. 5 എന്ന് പറയുന്നത് നിങ്ങളുടെ ലാൻഡിൽ, ഇതാണ് നിങ്ങളുടെ ലാൻഡ് എന്നുണ്ടെങ്കിൽ ഈ ലാൻഡിൽ നിങ്ങളുടെ വീട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. തെക്കുള്ളതിനേക്കാൾ കൂടുതൽ മുറ്റം വടക്കിലും പടിഞ്ഞാറുള്ളതിനേക്കാൾ കൂടുതൽ മുറ്റം കിഴക്കിലും ആ രീതിയിലായിരിക്കണം ആ ഭൂമിയിൽ നിങ്ങളുടെ വീട് വരേണ്ടത്. അടുത്തത് നിങ്ങളുടെ വസ്തുവിലേക്ക് കയറാനുള്ള ഗേറ്റിന്റെ സ്ഥാനം, അത് ആ ദിക്കിന്റെ ഉച്ചത്തിലാണോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. 8 എന്ന് പറയുന്നത് ഉച്ച നീചമൊക്കെ ഒരുപാട് നമ്മൾ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചിട്ട് നിങ്ങൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രധാന ഡോറിന്റെ സ്ഥാനം. ഇപ്പൊ പ്രധാന ഡോറിന്റെ സ്ഥാനം കിഴക്കാണ് വീടിന്റെ ദർശനമെങ്കിൽ കിഴക്ക് മധ്യത്തിൽ നിന്നും വടക്ക് കിഴക്കിലേക്കാണോ എന്നും, അതല്ല വടക്കിലാണ് സ്ഥാനമെങ്കിൽ വടക്ക് മധ്യത്തിൽ നിന്നും വടക്ക് കിഴക്കിലേക്കാണോ എന്നും, പടിഞ്ഞാറാണ് സ്ഥാനമെങ്കിൽ പടിഞ്ഞാറ് മധ്യത്തിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലോട്ടാണോ എന്നും, തെക്കാണ് സ്ഥാനമെങ്കിൽ തെക്ക് മധ്യത്തിൽ നിന്നും തെക്ക് കിഴക്കിലേക്കാണോ എന്നുള്ളത് നോക്കുക. ഇതേ മെത്തേഡ് തന്നെയാണ് ഗേറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഉച്ചങ്ങൾ കണ്ടുപിടിക്കുന്ന രീതി. ഇതേ കണക്ക് തന്നെ ഈ രീതിയിൽ ഗേറ്റ് നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് വീടിന്റെ ഷേപ്പ് എപ്പോഴും നോക്കുക. നമ്മുടെ വസ്തുവിന്റെ ഷേപ്പ് നോക്കിയതുപോലെ തന്നെ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആണോ നോക്കുക. സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ അല്ലാത്തൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും അത് ചില വാസ്തു പ്രശ്നങ്ങൾ ഉള്ള വീടായിരിക്കും. അടുത്തത് നമുക്ക് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക്. ഈ സെപ്റ്റി ടാങ്ക് നിങ്ങളുടെ വീടിന്റെ ഏത് ഭാഗത്താണെന്നുള്ളത് നോക്കുക. സെപ്റ്റി ടാങ്കിന്റെ ഏറ്റവും സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറിന്റെ വടക്കിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള സ്ഥലം. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങളുടെ വീട് എത്രത്തോളം വാസ്തുയോഗ്യമാണ് അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫംഗ്ഷയുടെ ചില റെമഡികളിലേക്ക് പോവാം. ഇപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ടത്, നമുക്ക് പേര്, പ്രസിദ്ധി, അംഗീകാരം, വിജയം ഉണ്ടാവാനായിട്ട് ഫംഗ്ഷയിൽ എന്ത് ടൂൾ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിക്ടറി ഹോഴ്സിന്റെ സ്റ്റാച്ചു സൗത്തിൽ വെക്കാം, അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് നോക്കി വെക്കാം. സാറേ, ഒരു വിക്ടറി ഹോഴ്സ് വെച്ചാൽ ഞാൻ വെറുതെ ഇരുന്നാൽ മതി, എനിക്കിതെല്ലാം കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. നിങ്ങളൊരു വിക്ടറി ഹോഴ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇരട്ടി റിസൾട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വിക്ടറി ഹോഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അടുത്തത് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം? ഒരു ഫ്രോഗിനെ മാത്രം വാങ്ങിച്ചു വെച്ചുകൊണ്ട് സമ്പത്ത് വരില്ല. ഫ്രോഗിനെയും വാങ്ങിച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ ജോലി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യൂ. നിങ്ങളിലേക്ക് വരുന്ന ഇൻകം കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് 3 ലെഗ്ഡ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഇത് പ്രധാന ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഈ ഫ്രോഗിനെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഗ്രൗണ്ടിലാണ് സൂക്ഷിക്കേണ്ടത്. പല വീടുകളിലും വീടിന്റെ മെയിൻ ഡോറിന്റെ മുകളിലൊക്കെ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. യാതൊരു പ്രയോജനവും ഇതില്ല. മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള സിമ്പിൾസ് ആണ്, ഒരു സ്വസ്തിക് സിമ്പിൾസ്. ഇത് മെയിൻ ഡോറിന്റെ മുകളിൽ സ്ഥാപിക്കാം. അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസിലുള്ള ചില സ്റ്റെയർ കേസിന് പരിഹാരമായിട്ടും നമുക്ക് ഇതുപോലുള്ള സ്വസ്തിക് സിമ്പിളുകൾ സ്ഥാപിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.